ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി ശാന്തിനി ഗോപകുമാറും വൈസ് പ്രസിഡന്റായി പി അരൂഷും തെരഞ്ഞെടുക്കപ്പെട്ടു. വരണാധികാരി കൂടിയായ സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ എൻ ഹേമയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടന്നത്. LDF സ്ഥാനാർത്ഥിയായി ശാന്തിനി ഗോപകുമാറിനെ പി അരൂഷ് നിർദ്ദേശിക്കുകയും VA താജുദ്ദീൻ പിന്താങ്ങുകയും ചെയ്തു. ധന്യബാബുവായിരുന്നു UDFന്റെ സ്ഥാനാർത്ഥി. 13 വോട്ടുകൾ ശാന്തിനി ഗോപകുമാറിനും 2 വോട്ടുകൾ ധന്യബാബുവിനും ലഭിച്ചു. ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ശാന്തിനി എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധമായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്നും ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. UDFന്റെ 2 വോട്ടുകൾ അസാധുവായി. കോവിഡ് ബാധിതനായതിനാൽ ഒരു LDF അംഗം തിരഞ്ഞെടുപ്പിൽ പങ്കെടുത്തിരുന്നില്ല. എല്ലാവരുടെയും സഹകരണത്തോടെ ജനപക്ഷ ഭരണം കാഴ്ചവെക്കുമെന്ന് വിവിധ കക്ഷി നേതാക്കളുടെ ആശംസാ പ്രസംഗത്തിന് മറുപടിയായി ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിനി ഗോപകുമാർ പറഞ്ഞു. നമുക്കിനിയുള്ള 5 വർഷം വളരെ വിപുലമായ രീതിയിലുള്ള ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇനി വരുന്ന ഓരോ ദിവസങ്ങളിലും നമ്മുടെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി നമുക്കത് തീർച്ചയായിട്ടും യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും എന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. നിങ്ങൾ എൻ്റെ ഒപ്പം ഉണ്ടാവുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്ക് സാധ്യമാകും. എല്ലാവിധ നന്ദിയും പിന്തുണയും എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഉച്ചയ്ക്ക് നടന്ന വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ പി അരൂഷ് വിജയിച്ചു. സമദർശി ന്യൂസ് ഡെസ്കിൽ നിന്നും കാജൽ ജ്യോതിലാൽ.